ഹലോ, അസ്സലാമലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. നമ്മൾ നല്ല ഒരു അടിപൊളി വളമാണ് ഇന്ന് കൊടുക്കുന്നത്. നമ്മളെ ചെടികൾ എന്താണെന്ന് പറയുക, ഓർക്കിഡിൻ്റെ കാര്യം കുറച്ചൊക്കെ ശരിയാണ്. ഓർക്കിഡല്ലാത്ത ഏതെങ്കിലും ചെടിക്ക് വളം കൊടുക്കുകയാണെങ്കിൽ ചെടികളുമ്മലൊക്കെ ഭ്രാന്ത് പിടിച്ചേക്കണമെന്ന് നമുക്ക് തോന്നും. അത്രയും പൂക്കളുണ്ടാകുന്നൊരു വളമാണ്. ഓർക്കിഡിന് അത്രയൊന്നും ഉണ്ടാവില്ല, എന്നാലും പൂക്കും. കാൽസ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, വേണ്ട എല്ലാ മിനറൽസും അടങ്ങിയൊരു വളമാണ് നമ്മൾ കൊടുക്കുന്നത്. മഗ്നീഷ്യം എന്തിനുള്ളതാണ്? വളർച്ചയ്ക്കുള്ളതാണ്. കാൽസ്യം വളർച്ചയ്ക്കുള്ളതാണ്, പൂക്കാനുള്ളതാണ്. അതുപോലെ വേരുകൾ നല്ല ഹെൽത്തി ആയിട്ട് വരാനുള്ളതാണ്. ഒരു NPKൻ്റെ ഗുണമൊക്കെ ചെയ്യുന്നൊരു വളമാണ് നമ്മൾ കൊടുക്കുന്നത്. അതെന്താണെന്ന് അറിയണ്ടേ? ആ വളമാണെന്ന് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മൾ ഓർക്കിഡിനാണ് കൊടുക്കുന്നത്. കൊടുക്കുമ്പോൾ എല്ലാത്തിനും കൊടുക്കും. പക്ഷേ ബാക്കിയുള്ള ചെടികൾക്കൊക്കെയാണ് ഈ വളം കൊടുക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലോണം പൂക്കും കേട്ടോ. തോട്ടം നിറഞ്ഞു പൂക്കും. നമ്മൾ കൊടുക്കുന്നത് തേങ്ങാ വെള്ളമാണ്. ഇന്ന് എന്തായാലും ഒരു 100-150 തേങ്ങ വെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തേങ്ങാ വെള്ളമാണ് ഇന്ന് ഞാൻ ഡൈലൂട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. തേങ്ങ ഇല്ലാത്ത ഒരു മലയാളികളും ഉണ്ടാവില്ല. എല്ലാവരുടെ വീട്ടിലും ഒരു ദിവസം ഒരു തേങ്ങയിലും നമ്മൾ പൊട്ടിക്കാതിരിക്കില്ല. ആ ഒരു പൊട്ടിക്കുന്ന വെള്ളം എടുത്തിട്ട് നമ്മൾ അതൊന്ന് അരിച്ചിട്ട് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. വെള്ളം ഡൈലൂട്ട് ചെയ്യണം. അപ്പക്കപ്പള എടുത്ത വെള്ളമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇരട്ടി മതി എന്നാണ് പറയുക. ഞാനിപ്പോൾ ഇത് പൊട്ടിച്ച് വെച്ചിട്ടുള്ളൂ, പൊളിപ്പിച്ചിട്ടില്ല. പൊളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 ഇരട്ടിയെങ്കിലുമൊക്കെ ഒഴിക്കണം. ഇത് അപ്പക്കപ്പളെ ആയതുകൊണ്ട് ഇരട്ടി മതി എന്നെല്ലാവരും പറയും. പക്ഷേ ഞാൻ 1 ലിറ്റർക്ക് 5 ലിറ്റർ വെള്ളം ചേർത്തിട്ടാണ് സ്പ്രേ ചെയ്യുന്നത്. ഇപ്പോൾ പൊട്ടിച്ചിട്ടുള്ളൂ, പൊട്ടിച്ചിട്ട് അരമണിക്കൂർ പോലും ആയിട്ടില്ല. ആ വെള്ളമാണ് ഞാൻ ഈ ഒഴിക്കുന്നത് കേട്ടോ. കറക്റ്റ് 1 ലിറ്റർ വെള്ളമാണ്. 1 ലിറ്ററിൻ്റെ തികയൂല. അതിലേക്ക് ഞാൻ ഈ 5 ലിറ്ററിൻ്റെ സ്പ്രേയർക്കാണ്. 5 ലിറ്റർ എന്ന് പറഞ്ഞാലും അത് നിറയെ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ 6 ലിറ്ററിൻ്റെ അടുത്ത് വെള്ളം ഉണ്ടാവും. അത്രയും ഒഴിച്ചിട്ടാണ് ഞാനിന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. കാരണം മാഗ്നീഷ്യം കൂടിയ അളവിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്സം സാൾട്ടിൻ്റെയൊക്കെ ഉപയോഗം നമുക്കറിയാമല്ലോ. എപ്സം സാൾട്ട് പറഞ്ഞാൽ മാഗ്നീഷ്യമാണ് കൂടുതൽ എന്നുള്ളത്. അതുപോലെ തന്നെ അത് കൂടിക്കഴിഞ്ഞാൽ ഇലകൾക്ക് കരിച്ചിൽ വരും. അപ്പോൾ അത് കൂടരുത്. നേരിയ തോതിലെ അളവ് മതി നമ്മളെ ഓർക്കിഡിന്. അപ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ട് കൊടുക്കുക കേട്ടോ. വളർച്ചക്കും പൂക്കാനും എല്ലാത്തിനും നല്ലതാണ് മാഗ്നീഷ്യം. പുളിപ്പിച്ച് കൊടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 10 ഇരട്ടിയെങ്കിലും വെള്ളം ചേർക്കണം. പുളിപ്പിച്ച് കൊടുക്കുന്നതും വളർച്ചക്കും പൂക്കാനും നല്ലതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മൾ കൊടുക്കുന്ന വളം. നമ്മൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്നതാണ്, ആരും കളയണ്ട. ചില ആളുകൾ ഒരു ദിവസം ഒരു തേങ്ങയൊക്കെ നമ്മൾ പൊട്ടിക്കണമെങ്കിൽ നമ്മളത് വാങ്ങിക്കണം പോരും. എല്ലാവർക്കും തേങ്ങ വെള്ളം ഇഷ്ടമാണല്ലോ. ഇഷ്ടമില്ലാത്ത പോലെ ആരുമില്ല. കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളും അത് ഒഴിവാക്കൂല. അപ്പോൾ നമ്മൾ അഥവാ കളയുകയാണെന്നുണ്ടെങ്കിൽ കളയുന്നവരുണ്ടാവുമല്ലോ. അപ്പം നമുക്ക് ഓർക്കിഡ് ഉണ്ടെങ്കിൽ ഒരു ചെടിയെങ്കിലും ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു 2 സ്പൂണെങ്കിലും എടുത്ത് വെക്കുക കേട്ടോ. അതിന് ശ്രമിക്കുക. അപ്പം നമുക്ക് കിട്ടുന്ന വെള്ളം നമ്മൾ ഒഴിവാക്കാതെ അത് നല്ലോണം ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഓർക്കിഡിന് കൊടുക്കാൻ നോക്കുക കേട്ടോ. ഓർക്കിഡ് ഭ്രാന്ത് പിടിച്ച പോലെ പൂക്കും. അത് പൂക്കാൻ അത്രയും നല്ലതാണ്, വളർച്ചക്കും നല്ലതാണ്. അപ്പോൾ ഓർക്കിഡിൻ്റെ പൂവും വളർച്ചയെന്ന് പറഞ്ഞാൽ കുറച്ച് ആക്കം പോലെയല്ലേ വരുള്ളൂ. മറ്റുള്ള ചെടികളെ മാതിരിയല്ലല്ലോ. വേറെയുള്ളൊരു ചെടിക്കൊക്കെ കൊടുത്തു ഭ്രാന്ത് പിടിച്ചു എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് പിടിച്ച പോലെയാണ് പൂക്ക്. അത്രക്കും പൂക്കളുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മളിപ്പോൾ ഇതിൽ സ്പ്രേയറിലത് ഒഴിച്ചിട്ട് അത് നല്ലോണം മുറുക്കി അടച്ചിട്ട് നമ്മളെ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പം ഞാൻ നമ്മളെ ചെടിക്ക് ഫുള്ള് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ലീഫിൻ്റെ അടിയിലും തണ്ടിലും വേരിലും ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇന്നത്തെ വളം ഇതാണ്. അപ്പോൾ എല്ലാ മലയാളികൾക്കും നമ്മളെ കേരളത്തിലുള്ള എല്ലാവർക്കും തേങ്ങ കിട്ടുമല്ലോ. അപ്പോൾ എല്ലാവരും ഈ തേങ്ങാ വെള്ളം കൊടുക്കാൻ നോക്കുക. ഇതിൻ്റെയൊക്കെ ഫുള്ള് വീഡിയോ ഞാൻ ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് കൊടുക്കുന്ന വളം ഇതാണ്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് കേട്ടോ. ഇപ്രാവശ്യം നമുക്ക് എടുത്ത് സൂക്ഷിച്ച് വെക്കാനൊന്നും തേങ്ങാ വെള്ളം ഉണ്ടായിട്ടില്ല. ഉള്ള തേങ്ങയൊക്കെ ഉണങ്ങിയതുകൊണ്ട് കുറച്ച് വെള്ളമേ കിട്ടിയിട്ടുള്ളൂ. ഉള്ള വെള്ളം തന്നെ ഉണങ്ങിയതായതുകൊണ്ട് തന്നെ നല്ല കട്ടിക്കുള്ള വെള്ളമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പൊട്ടിച്ചയക്കുന്നതിന് 5 ലിറ്ററൊക്കെ വീണ്ടും അതിൽ ചേർക്കാനുള്ള കാരണം കേട്ടോ. ഒരു ദിവസം പുളിപ്പിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം ഡൈലൂട്ട് ചെയ്യണം. മൊത്തം ചെടികൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പം നമ്മളെല്ലാവരും ഈ വേനൽക്കാലത്ത് തേങ്ങാവെള്ളം ഒന്ന് കൊടുക്കാൻ ശ്രമിക്കുക. നമ്മൾ ഓർക്കിഡ്ക്ക് നല്ല വളർച്ച കിട്ടട്ടെ, അതുപോലെ തന്നെ മുട്ടും പൂവൊക്കെ നന്നായി വരട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണോ. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഫെനലോപ്സിസ് നോക്കുകയാണെ ആ മുകളിൽ വെച്ച് ഇതൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഇത് കാറ്റ്ലിയും ഉഷാറായിട്ടുണ്ട്. ഇതിനൊക്കെ നിറയെ പൂക്കൾ വരൽ തുടങ്ങി, മുട്ടും വരൽ തുടങ്ങി. ഇത് നല്ല ഭംഗിയുള്ളൊരു പൂവായിരുന്നു കേട്ടോ. എന്താ അറിയില്ല, അതൊരു പ്രാണി വന്ന് തിന്നു പോയി. വാൻ്റെ ചട്ടിയിൽ ഉണ്ടാവില്ല എന്നെല്ലാവരും പറയും, ചട്ടിയിൽ വെക്കാൻ പറ്റുമെന്ന്. ഞാൻ വാൻ്റെയൊക്കെ ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഒന്നും കൂടി ഉഷാറ് വാൻ്റെ ചട്ടിയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ വാൻ്റെയാണ്, കാണുന്നില്ലേ? ഇതൊക്കെ ചട്ടിയിലാണ് പൂത്തിട്ടുള്ളത് കേട്ടോ. നല്ല ഉഷാറായിട്ട് തന്നെയാണ് പൂക്കുന്നത്. അപ്പോൾ വാൻ്റെ ചട്ടിയിൽ ഒന്നും കൂടി നല്ല ഉഷാറായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വേരിന് പിന്നെ പരളിച്ച വരില്ല, എപ്പോഴും നല്ല ഈർപ്പുണ്ടാവുമല്ലോ വേരിന്. മുക്കാറിയും വാൻ്റെയൊക്കെ ചട്ടിയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇതും വാൻ്റെ തന്നെയാണ്, കുൽത്താന എന്ന് പറഞ്ഞ വാൻ്റെയാണ്. ഇതിമേലൊക്കെ പൂവുണ്ടാവാറുണ്ട്. ഈ ഒരു പൂവൊക്കെ നല്ല ഭംഗിയില്ലേ? ഇതിപ്പോൾ അടുത്ത് മുന്താസിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പൂവാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണോ. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.